ഈവനിങ് സ്നാക്സിന് 2 മുട്ട ഞാൻ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും ഇതായത് നമ്മുടെ ഇപ്പുറത്ത് പാല് തിളച്ച് വന്ന് ചായപ്പൊടിയും പഞ്ചസാര ഇട്ടു. അപ്പോൾ അതൊന്നും കൂടി തിളയ്ക്കാൻ വെച്ചു. ഇതിലേക്ക് നമുക്ക് റസ്ക് പൊടി ആവശ്യമുള്ളത് കൊണ്ട്, റസ്ക് ഇല്ലാത്തതും കൊണ്ടും ഞാൻ നമ്മുടെ ബ്രെഡിനെ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോഴേക്കും ഇതായത് നമ്മുടെ ചായ ഇവിടെ തിളച്ച് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഓഫാക്കി. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് നമുക്ക് ചെറിയൊരു മസാല ഫില്ലിങ് ഉണ്ടാക്കാണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനൊരു സവോള, ഒരു 3-4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതൊക്കെ ഒന്ന് കഴുകി കൊണ്ടുവന്നതിന് ശേഷം സവോള ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. വെളുത്തുള്ളി ഇഞ്ചി കല്ലിൽ വെച്ച് നല്ലപോലെ ചതച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അത് കഴിഞ്ഞ് മുട്ടയുടെ തോടൊക്കെ പൊളിച്ച് കഴിഞ്ഞതിന് ശേഷം അത് രണ്ടാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ സവോള ഇട്ട് കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണതിൻ്റെ ഇടയിൽ നമ്മുടെ അമ്പാടിക്ക് ഇത് കാണണമെന്ന് പറഞ്ഞിട്ട് ഒക്കത്ത് കയറിയിരുന്നു. അപ്പോൾ അവനെ വെച്ചിട്ട് കുറച്ച് നേരം വഴറ്റി. അത് കഴിഞ്ഞിട്ട് ഞാൻ അവനെ പാചകം പുറത്തേക്ക് ഇരുത്തിയതിന് ശേഷം നമ്മുടെ മുട്ട രണ്ടായിട്ടും മുറിച്ച് വെച്ചിട്ട് അതിലത്തെ മഞ്ഞക്കരി മാത്രം എടുത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഞാൻ വേഗം നമ്മുടെ മുട്ടയുടെ വെള്ളക്കരു ഇങ്ങനെ നീളനെ അരിഞ്ഞതിന് ശേഷം ചെറു കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞ് നമ്മുടെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ അതും ആ മസാലയും ഈ മുട്ടയുടെ വെള്ളയൊക്കെ കൂടി യോജിപ്പിച്ചെടുത്ത് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒരു ടീസ്പൂൺ വെച്ച് നല്ല പോലെ അത് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ചെറിയ ഉരുളകളായിട്ട് ചെറിയ ഉരുള തന്നെയാണ് കേട്ടോ ഞാൻ ആക്കിയത്. അതാക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് അതാദ്യം സെറ്റാക്കി വെച്ചു. അതിന് ശേഷം വേറൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചെറിയ ബോളുകളാക്കിയിട്ടുള്ള ഉരുള മുട്ടയിലും മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടിയിലും കൂടി ഒന്ന് മുക്കിയിട്ട് ചൂടായിട്ടുള്ള നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. ഇതേപോലെ തന്നെ ബാക്കി എല്ലാ ഉരുളകളും മുട്ടയിലും മുക്കി ബ്രെഡും പൊടിയിലും മുക്കിയതിന് ശേഷം നമുക്ക് ഇതേപോലെ പൊരിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ എഗ് പോപ്കോൺ എന്ന് വിളിക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പോയ റെസിപ്പിയല്ല ഉണ്ടാക്കിയത്. മക്കൾക്ക് കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, സൂപ്പറാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനും ഒരു എണ്ണം എടുത്തിട്ട് ആദ്യം അത് രണ്ടാക്കിയിട്ട് അതിൻ്റെ ഉൾവശമാണ് കാണുന്നത്. ഇതേപോലെയാണ് ഉൾവശം ഇരിക്കുന്നത്. തിന്ന് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി സ്നാക്സ് തന്നെയാണ്. ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചതല്ല ഉണ്ടാക്കിയെന്നുള്ളൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. എന്നാലും കുഴപ്പമില്ല, നല്ല അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.